ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു സദ്യ സ്പെഷ്യൽ സീരീസ് റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സദ്യക്കൊക്കെ നമ്മൾക്ക് കിട്ടാറുള്ള കൂട്ടുകറിയില്ലേ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മളുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഞാൻ 1 കപ്പ് കടല തലേ ദിവസം തന്നെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ചേന അരിഞ്ഞത്, അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുമ്പളങ്ങയും പച്ചക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയ്ക്ക് പകരം നമ്മൾക്ക് വെള്ളരിക്ക വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. ഏതിൽ തയ്യാറാക്കിയാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് കടല ആദ്യം ഒന്ന് കുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടല. നമ്മൾ എടുക്കുന്ന കടലയുടെ വേവ് അനുസരിച്ചും അതേപോലെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചും കടലയൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്നിലൊന്ന് തൊടാതെ കിടക്കുന്ന പരുവമില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കടല വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കടല വേവിച്ചെടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കടല വേവിച്ചെടുക്കുന്നത്. നമ്മൾ കടല കറിക്കൊക്കെ തയ്യാറാക്കുന്ന അത്രയും രീതിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1 വിസിൽ മാത്രമാണ് അടുപ്പിച്ചെടുക്കുന്നത്. ഇത് നമ്മൾക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ ചേനയാണ് ഞാനിവിടെ വേവിക്കാനായിട്ട് വെക്കുന്നത്. കാരണം നമ്മൾ എടുത്ത പച്ചക്കറികളിൽ ചേനയ്ക്കാണ് വേവ് കൂടുതൽ. അപ്പോൾ ചേന ഒന്ന് പകുതി വേവാകുന്ന സമയത്ത് പിന്നീട് നമ്മൾക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചേന ഒന്ന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമ്മൾക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേന ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ചേന വേവായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു പകുതി വേവായ സമയത്ത് ഞാൻ കുമ്പളങ്ങയും അതുപോലെ തന്നെ പച്ചക്കയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മുളകിന് ഇപ്പോൾ എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നീട് നമ്മൾ നേരത്തെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ വേവിച്ച കടല ആ വെള്ളത്തോട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മളുടെ ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് വറുക്കാനായിട്ട് നമ്മളിത് ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൽ അളവിൽ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും മാത്രമാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം കളറായാൽ മതിയാവും. അപ്പോൾ നമ്മളുടെ തേങ്ങയെല്ലാം നല്ല രീതിയിലൊന്ന് വറുത്ത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്കിത് തണുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഒത്തിരി ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാരപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. നമ്മളുടെ തേങ്ങാരപ്പിൻ്റെ ആ ഒരു പച്ചമണം പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തേങ്ങാരപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പച്ചക്കറി നമ്മൾ വേവാനായിട്ട് വെള്ളം വെച്ചതും അതുപോലെ തന്നെ കടല വേവിച്ചപ്പോഴുള്ള ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി തേങ്ങാരപ്പിൽ. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ സമയത്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളുടെ തേങ്ങ അരപ്പെല്ലാം നല്ല രീതിയിൽ തിളച്ച് കുറുകി എല്ലാ വെജിറ്റബിൾസിലും നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പരിവമാകുമ്പോൾ നമ്മൾക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് താളിപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ താളിപ്പിനായിട്ട് ഞാൻ നമ്മൾ തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു.
വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അല്പം തേങ്ങ കൂടി ചേർത്ത് വറുത്തിട്ടാണ് നമ്മൾ ഈ താളിപ്പ് തയ്യാറാക്കുന്നത്. ഈ താളിപ്പും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഈ കൂട്ടുകറി അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലും അതുപോലെ തന്നെ ആ ഒരു പെർഫെക്റ്റ് ലുക്കിലും വരുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ തേങ്ങയും കൂടി വറുക്കാനായിട്ട് എടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വറുത്തതിനെക്കാട്ടിലും കുറച്ചും കൂടി കളറോട് കൂടി റോസ്റ്റ് ചെയ്ത് നമ്മൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ താളിപ്പും ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ കൂട്ടുകറി റെഡിയാകും. പിന്നെ തേങ്ങ എല്ലാം ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്പം മാത്രം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ താഴെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി നമ്മൾക്ക് കിട്ടും. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചോറൊന്നും വേണമെന്നില്ല, വെറുതെ തന്നെ ഈ കറി കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു റെസിപ്പി. അപ്പോൾ വീണ്ടും ഓണം സ്പെഷ്യൽ സീരീസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.